തിരുവനന്തപുരം നഗരത്തിൽ വെള്ളക്കെട്ട് രൂക്ഷം. ഒറ്റ ദിവസം പെയ്ത മഴയിൽ തന്നെ തലസ്ഥാന നഗരത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളത്തിലായി. ഓടകളിൽ മാലിന്യം നിറഞ്ഞതും സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി റോഡ് നിർമ്മാണം നിർത്തിവച്ചിരിക്കുന്നതിനും പ്രതിസന്ധി സൃഷ്ടിക്കാൻ വരികളുമായി രശ്മി കാർത്തിക ചേരുകയാണ്. രശ്മി, ഇപ്പോൾ തന്നെ കനത്ത മഴ ഒന്ന് പെയ്തപ്പോൾ നഗരം വെള്ളത്തിലായി കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ മഴ കനക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അതുകൊണ്ട് സ്വാഭാവികമായും വലിയ ദുരിതത്തിലാണ്, ആശങ്കയിലുമാണ് ജനങ്ങളല്ലേ? തീർച്ചയായും തിരുവനന്തപുരത്തെ ജനങ്ങൾ വലിയ രീതിയിൽ ആശങ്കയിലാണ്. നമുക്കറിയാം, ഇന്ന് വലിയ രീതിയിലൊരു മഴ തിരുവനന്തപുരത്ത് പെയ്തിട്ടില്ല. കഴിഞ്ഞ ദിവസമൊക്കെ മാത്രമാണ് തുടർച്ചയായി മഴ പെയ്തത്. ആ മഴയിൽ തന്നെ തലസ്ഥാന നഗരത്തിലെ പ്രധാന റോഡുകളെല്ലാം വെള്ളത്തിലായിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിലായിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഞാൻ നിൽക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട റോഡിലാണ്. അവിടെ പോലും ഇതാണ് അവസ്ഥയെങ്കിൽ ഉൾപ്രദേശത്തൊക്കെ എന്താകും അവസ്ഥയെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ മുട്ടത്തറ ബാലകൃഷ്ണസ്വാമി ക്ഷേത്രം, കൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ് മുട്ടത്തറയിലേക്കുള്ളത്. ഇതുവഴി പോകാൻ പോലും പറ്റാത്ത രീതിയിൽ വലിയ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് ഇവിടുത്തെ മാത്രം സാഹചര്യമല്ല. പേട്ടയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ വെള്ളക്കെട്ട് വളരെ രൂക്ഷമാണ്. ആനേറ ഭാഗത്ത് വെള്ളക്കെട്ട് രൂക്ഷമാണ്. അട്ടക്കുളങ്ങര ഉൾപ്പെടെയുള്ള മേഖലകൾ, ചാല മാർക്കറ്റിന്റെ ഭാഗം, ഇവിടങ്ങളിലെല്ലാം തന്നെ ഇതിനോടകം വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. കൃത്യമായി ഈ ഒരു ശുചീകരണ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ഓടകൾ വൃത്തിയാക്കാത്തത്, സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചതുമൊക്കെ തന്നെയാണ് ഈ ഒരു വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത്. അതും വളരെ കുറച്ച് യെല്ലോ അലേർട്ടാണ് തിരുവനന്തപുരത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് മഴ കുറച്ച് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ പെയ്ത മഴയിൽ തന്നെ ഈ ഒരു വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. അതായത് അതിശക്തമായിട്ടുള്ള മഴ, ഓറഞ്ച് അലർട്ട് ഉൾപ്പെടെ വിവിധ ജില്ലകളിൽ നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കാലവർഷം കൂടുതൽ ശക്തമാകും എന്നുള്ള ഒരു മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇനി ഈ ഒരു തലസ്ഥാന നഗരത്തിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, ഈ വെള്ളക്കെട്ട് രൂപപ്പെട്ടത് കൊണ്ട് തന്നെ അവിടങ്ങളിലെല്ലാം ഈ മാലിന്യങ്ങളും അടിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യമുണ്ട്. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളൊന്നും തന്നെ തദ്ദേശ വകുപ്പ് കൃത്യമായി നടത്തിയിട്ടില്ല. ഈ ഓടകളിലെല്ലാം മാലിന്യം നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. വെള്ളക്കെട്ടുകൾ ഈ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി എല്ലാ കുഴികളിലെല്ലാം തന്നെ വെള്ളം നിറഞ്ഞിരിക്കുന്നു. അതും മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇത് വലിയ രീതിയിൽ പകർച്ചവ്യാധി പടർന്നു പിടിക്കുന്നതിനും കാരണമായിട്ടുണ്ട്. ഇതിനോടകം തന്നെ പ്രതിദിനം സംസ്ഥാനത്ത് ഏതാണ്ട് 10,000-അപ്പുറത്ത് ആളുകൾക്ക് പകർച്ചപ്പനി പിടിപെടുന്നുണ്ട്. ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണം 300ഓളം പേരാണ് ഓരോ ദിവസവും ചികിത്സ തേടി എത്തുന്നത്. ഇതിൽ 70 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിക്കുന്നുണ്ട്. വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടുകൂടി എലിമാളങ്ങളിൽ മറ്റും വെള്ളം കയറി എലിപ്പനിയും വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു ദിവസം തന്നെ 20ഓളം പേർക്കാണ് സംസ്ഥാനത്ത് എലിപ്പനി സ്ഥിരീകരിക്കുന്നത്. H1N1, മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള രോഗങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ വെള്ളക്കെട്ട് നമുക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നമല്ലേ? അതെ അതെ, പ്രശ്നമാണ്. യാത്ര ചെയ്യുന്നവർ പലരും ഈ കുഴികളിൽ വീഴുന്നുണ്ട്, അപകടം സംഭവിക്കുന്നുണ്ട്. അതിനൊരു പരിഹാരം ഉണ്ടാവണം. അത് ഈ തിരുവനന്തപുരം നഗരത്തിന്റെ എല്ലാ പ്രധാന മേഖലകളിലും, എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു സാഹചര്യം. യാത്രക്കാർക്ക് തന്നെ വലിയ രീതിയിൽ ഇത് ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. ഈ രീതിയിൽ ഈ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് പല കുട്ടികളടക്കം ഈ സ്കൂളൊക്കെ തുറന്നത് കൊണ്ട് തന്നെ ഈ സ്കൂളുകൾക്ക് മുന്നിൽ വലിയ രീതിയിൽ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി കുഴികൾ എടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികളെ വളരെ ശ്രദ്ധിച്ചാണ് ഇപ്പോൾ രക്ഷകർത്താക്കളൊക്കെ കൊണ്ടുപോകുന്നത്. ഏത് സമയത്തും അപകടം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ ചേട്ടാ, ഈ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന വലിയ ബുദ്ധിമുട്ടല്ലേ? വലിയ ബുദ്ധിമുട്ടാണ്. മിക്ക ഭാഗങ്ങളിൽ ഈ വെള്ളക്കെട്ടുണ്ട്. പക്ഷെ അത് അടിയന്തരമായിട്ട് ശരിയാക്കണമെന്നാണ് നമ്മുടെയൊക്കെ അഭിപ്രായം. വണ്ടി ഓടുന്നതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. പലരും ഈ കുഴിയിലൊക്കെ വീണ അപകടങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ അപകടങ്ങൾ വളരെ വലുതായിട്ടില്ല, എന്നാലും കുഴിയിൽ സാധാരണ വീഴാറുണ്ട് വാഹനമല്ലേ, കട്ടർ കൂടുതലാണ്. എന്തായാലും അടിയന്തരമായ ഒരു ഇടപെടൽ വേണം അല്ലേ? തീർച്ചയായിട്ടും അടിയന്തരമായ ഒരു ഇടപെടൽ വേണം. മറ്റൊരു ആൾ കൂടി ചേരുന്നു. ചേട്ടാ, ഈ വെള്ളക്കെട്ട് വലിയ രീതിയിൽ നമുക്ക് ബുദ്ധിമുട്ടല്ലേ? വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടെ നിന്നല്ല, എല്ലാ സ്ഥലത്തും, തിരുവനന്തപുരത്ത് കംപ്ലീറ്റ് സ്ഥലത്തും റോഡിനെ കൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ട്. നമുക്ക് ടാക്സി കൊടുത്ത് ഓടുന്നതാണ്, ടാക്സി ഇൻഷുറൻസ് ആയി കൊടുത്ത് ഓടുന്നതാണ്. കംപ്ലീറ്റ് റോഡ് ബുദ്ധിമുട്ടാണ്, ഓടാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അമ്പലത്തറ നോക്ക്, കംപ്ലീറ്റ് റോഡുമാണ്, ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിന് സർക്കാർ എന്തെങ്കിലും ഒരു വഴി കാണും, കണ്ടേ പറ്റുള്ളൂ. നമ്മുടെ അടുത്ത് വോട്ട് മേടിച്ച് ജയിച്ചിട്ട് വീട്ടിൻ്റെ അകത്ത് ഭരിക്കേണ്ട ആൾക്കാരല്ല, നമുക്കതിന് പരിഹാരം കാണും. ഈ റോഡ് ബ്ലോക്ക് ആവുന്നത് കൊണ്ട് തന്നെ അധിക സമയം നമുക്ക് നിൽക്കാൻ കഴിയില്ല. ഏതായാലും ഇതാണ് ഇവിടുത്തെ ഒരു സാഹചര്യം. ഇത് യാത്രക്കാർ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് ഓട്ടോക്കാരാണ്, തിരുവനന്തപുരം സിറ്റിയിൽ ഓടുന്ന യാത്രക്കാരാണ്. ഇപ്പൊ ഈ സ്ഥലം കണ്ടോ,
ഇതിനെ ഒരു ജോലിയറിയോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഈ സ്ഥാപനം വെള്ളക്കെട്ട് വളരെ രൂക്ഷമാണ് തിരുവനന്തപുരം. എന്താണിത്? ആരടുത്താണ് ഇത് പറയേണ്ടത്? മീഡിയകൾ ഇത് വൈറലാക്കിയാലേ ഇതിന്റെ കാര്യങ്ങൾ നടക്കും. ഇത് ഇത്രയും ദിവസമായിട്ട് നമ്മൾ ഇതുവഴി സ്ഥിരം പോകുന്ന ആൾക്കാരാണ്. ഇവിടെ വരുമ്പോഴെല്ലാം വെള്ളക്കെട്ടാണ്. ഇതെന്താണ് ഇങ്ങനെ? ആരെടുത്ത് പറയണം? ഏത് സർക്കാരുണ്ട് ഇവിടെ? ആരെടുത്ത് പറയണം? മീഡിയ നിങ്ങൾ വൈറലാക്കുക. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മീഡിയ മാത്രമല്ല ഈ വെള്ളക്കെട്ടുള്ള സ്ഥലത്തെല്ലാം മാലിന്യങ്ങളും വലിയ മാലിന്യങ്ങൾ, അസുഖങ്ങൾ, ഇവിടെ ഉള്ള ആൾക്കാർക്കെല്ലാം അസുഖമാണ്. ഓരോരുത്തരുടെ കാല് കാണുമ്പോൾ നമുക്കറിയാം. തീർച്ചയായിട്ടും നടന്നു പോകാൻ പറ്റില്ല. മന്തുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഈ ഏരിയയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത്. ശരിയല്ലേ? താങ്ക് യു. ആ ഒരു സാഹചര്യം ഈ യാത്രക്കാരൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പകർച്ചവ്യാധികളും പലതരത്തിലുള്ള അസുഖങ്ങളും ഒക്കെ പടർന്നു പിടിക്കുകയാണ്. സർക്കാർ ഈ വിഷയത്തിൽ ഒരു അടിയന്തരമായിട്ടൊരു ഇടപെടൽ നടത്തണം. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്താതിരിക്കുന്നത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനത്തെ കൊണ്ട് എത്തിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആരോഗ്യ വിദഗ്ധർ തന്നെ പറയുന്ന ഒരു കാര്യം, വരും ദിവസങ്ങളിലൊക്കെ ഈ പകർച്ചപ്പനിയൊക്കെ വലിയ രീതിയിൽ പടർന്നു പിടിക്കും. മാത്രമല്ല റോഡുകളുടെ ശോചനീയാവസ്ഥ, അതിൽ എത്രയും വേഗം ഒരു പരിഹാരം കാണണം എന്നുള്ളതാണ് തലസ്ഥാനത്ത് താമസിക്കുന്നവരുടെ ഒരു ആവശ്യം. അതും പ്രധാനപ്പെട്ട റോഡുകൾ, താഴ്ന്ന പ്രദേശങ്ങളെല്ലാം രശ്മി പറഞ്ഞതുപോലെ തന്നെ നഗരം ഒന്നാകെ വെള്ളക്കെട്ടിലാണ്. നഗരത്തിലെ പ്രധാന റോഡുകളെല്ലാം അത്രത്തോളം ഗതാഗത യോഗ്യമല്ലാത്ത, കാൽനട യാത്ര പോലും ദുസ്സഹമായ ഒരു സാഹചര്യത്തിലാണ്. അടിയന്തര ഇടപെടൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഇനിയെങ്കിലും ഉണ്ടായിട്ടില്ലെങ്കിൽ മഴ കനക്കുന്ന ഒരു സാഹചര്യം സ്വാഭാവികമായും ജനജീവിതം കൂടുതൽ ദുസ്സഹമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത്.